ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെയാണ് അത് കാണിച്ചു തരുന്നത്, ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, എന്താ അസുഖങ്ങളൊക്കെയാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കും. അതുപോലെ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങളുണ്ടാകും, എല്ലിനും പല്ലിനും ബലക്ഷയം ഉണ്ടാകും, തലമുടി പൊഴിയും, നമ്മുടെ മസ്കുലർ പെയിൻ ഉണ്ടാകും, എപ്പോഴും ശരീരത്തിനൊരു ക്ഷീണം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി എങ്ങനെ മാറ്റിയെടുക്കാം? അതായത് നമ്മൾ സൺലൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസവും നമ്മളൊരു അരമണിക്കൂർ വീതം രാവിലത്തെ സൺലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫ്രീ സോഴ്സാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രീ സോഴ്സ് മുഖാന്തരം നമ്മുടെ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറിക്കിട്ടും. കൂടാതെ നമ്മൾ ആഹാരത്തിൽ, അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, അതിൽ നമ്മൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ഉപയോഗിക്കണം. ഇവയെല്ലാം ഫോളോ ചെയ്ത് നമുക്ക് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറ്റി